ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു വ്യൂ മീറ്റർ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു അക്രിലിക് ഷീറ്റാണ്. അപ്പോൾ ഈ ഷീറ്റിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിക്കർ പറിച്ചു മാറ്റുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതാ ഫുൾ ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു അക്രിലിക് ഷീറ്റിന്റെ പീസാണിത്. അപ്പോൾ ഏകദേശം 8 mm തിക്നെസ് വരുന്ന ഒരു പീസാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഏകദേശം 20 സെന്റിമീറ്ററോളം ലെങ്ത്തും വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടെ കുറച്ച് ഹോൾസ് ഇട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ LEDs ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൊത്തം 6 ഹോൾസ് ഞാൻ അടിച്ചിട്ടുണ്ട്. 6 LEDs ആണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അക്രിലിക് ഷീറ്റിന്റെ പീസ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് വേറൊരു കാര്യം കൂടി ഉണ്ട്, കണ്ടോ? ഞാൻ ഇങ്ങനെ വട്ടനെ അക്രിലിക് ഷീറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒപ്പം തന്നെ നമുക്ക് നോക്കുമ്പോൾ ആ സൈഡിൽ അങ്ങനെ ഒരു വെട്ടും കാണാം. ആ വെട്ടെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അക്രിലിക് ഷീറ്റ് ഇൻസേർട്ട് ചെയ്യാനാണ്. അതായത് നമുക്ക് നമ്മുടെ അക്രിലിക് ഷീറ്റ് ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് അവിടെ ഒട്ടിക്കേണ്ടതാണ്. അപ്പോൾ ഓരോ LEDയുടെ നേരെ ഓരോ പീസ് നമുക്ക് ഒട്ടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ കണ്ടോ ഒരു വെട്ടിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോ പീസും നമുക്കിങ്ങനെ ഓരോ LEDയുടെ നേരെ ചേർത്ത് വെച്ച് ഒട്ടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 പീസുകൾ ഇതാകണ്ടോ 6 പീസുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു 6 LEDs ആണ്. ഇവിടെ ഞാനൊരു 6 LEDs സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 5 mm LEDs ആണ്. അപ്പോൾ 3 വോൾട്ട് റേഞ്ചാണ് വരുന്നത്. അടുത്തത് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ 2 കപ്പാസിറ്ററുകളാണ്. ഈ കപ്പാസിറ്റർ 470 MHz 16 വോൾട്ടാണ് വരുന്നത്. ഇതുപോലത്തെ 2 കപ്പാസിറ്റർ നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് റെസിസ്റ്ററുകളാണ്. അപ്പോൾ ഈ റെസിസ്റ്ററിന്റെ വാല്യൂ വരുന്നത് 470 Ohm ആണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ LEDക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ റെസിസ്റ്റർ സെറ്റ് ചെയ്യേണ്ടത്. അടുത്ത നമുക്ക് വേണ്ടത് 1N4148 എന്ന് പറഞ്ഞ ഡയോഡാണ്. അപ്പോൾ ആ ഡയോഡ് എങ്ങനെയായിരിക്കും കാണാൻ? ഓറഞ്ച് നിറത്തിലുള്ള ഡയോഡായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഡയോഡ് നമുക്ക് ഒരു 5 എണ്ണത്തോളം ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം നമ്മുടെ സാധാരണ 1N4007 എന്നുള്ള സാധാരണ ഡയോഡാണ് വേണ്ടത്. അത് നമുക്ക് 2 എണ്ണത്തോളമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ആ 2 എണ്ണം ഒന്ന് മാറ്റി വയ്ക്കുക. ഇനി നമ്മുടെ അക്രിലിക് പീസിലേക്ക് ഓരോരോ LEDs ആയിട്ട് ഇൻസേർട്ട് ചെയ്യാം. LED ഇൻസേർട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, നമ്മൾ ആ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കണ്ടോ നെഗറ്റീവ് ഒക്കെ മുകളിലേക്ക്, അതായത് നെഗറ്റീവ് ഒക്കെ ഒറ്റ ലൈനിൽ വരണം, പോസിറ്റീവ് മാത്രം സൈഡിലേക്ക് വളച്ചു വെക്കുക. അങ്ങനെ നമുക്ക് 6 എടുക്കാം. കണ്ടോ നെഗറ്റീവ്സ് ഒക്കെ ഒറ്റ ലൈനിലായിരിക്കും വരുന്നുണ്ടാവുക. പോസിറ്റീവ് ആണ് നമ്മൾ ഒരു സൈഡിലേക്ക് ബെൻഡ് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ നമുക്ക് 6 LEDസും സെറ്റ് ചെയ്യാം. അടുത്തത് നമുക്ക് ഓരോരോ നെഗറ്റീവ് LEDസിൽ നമുക്ക് ഓരോരോ ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. കാരണം ഇനി സോൾഡർ ചെയ്യുമ്പോൾ ഈ LEDs ഒന്നും അനങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഓരോരോ നെഗറ്റീവ് LEDസിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോരോ LEDസിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നോക്കിയാൽ കാണാം, എന്താ എല്ലാ നെഗറ്റീവ് LEDസും ഒരു സൈഡിലേക്ക് ഒരു ലൈനിൽ, എല്ലാ പോസിറ്റീവ് LEDസും നമ്മളൊരു സൈഡിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ LEDs ഒക്കെ നമുക്ക് ഈ പോസിറ്റീവ് LEDs ഒക്കെ കട്ട് ചെയ്ത് കളയാം. അതായത് പോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് വെക്കാം. ഇനി നമുക്ക് ഓരോരോ പോസിറ്റീവ് LEDസിലും ഓരോ റെസിസ്റ്റർ വെച്ച് സോൾഡർ ചെയ്യണം. ഓരോരോ LEDസിലും വേണം നമ്മുടെ റെസിസ്റ്റർ. അപ്പം അതിനനുസരിച്ച് നമുക്ക് സോൾഡർ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ആയിരിക്കും നമ്മുടെ ആ ഒരു റെസിസ്റ്റർ വെച്ചതിന് ശേഷമുള്ള ഒരു വ്യൂ. അപ്പോൾ ഓരോരോ പോസിറ്റീവ് LEDസിലും നമ്മൾ ഓരോ റെസിസ്റ്റർ വെച്ചിട്ടുണ്ട്. ഈ റെസിസ്റ്ററിന്റെ ബാക്കി പുറത്തേക്ക് നിങ്ങളുടെ ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി, നമുക്ക് ഓരോരോ LEDസിന്റെ ഇടയിൽ നമുക്ക് ഓരോരോ ഡയോഡുകൾ വെച്ച് കൊടുക്കണം. അതായത് റെസിസ്റ്റേഴ്സിന്റെ ഇടയിൽ നമുക്ക് ഡയോഡ് വെച്ച് കൊടുക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, ഡയോഡിന്റെ മുകളിലത്തെ കറുത്ത വര നമ്മുടെ ആ പോസിറ്റീവ് LED മുകളിലേക്ക് ആയിട്ട് നിൽക്കണം. കണ്ടോ ഇങ്ങനെ മുകളിലേക്ക് വേണം നമ്മുടെ ഡയോഡിന്റെ പോസിറ്റീവ് വര നിൽക്കാൻ. ഇത് എക്സാമ്പിൾ ആയിട്ട് ഇത് കണ്ടോളൂ. ഇങ്ങനെയാണ് നമ്മൾ സോൾഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് സോൾഡർ ചെയ്യാം. അങ്ങനെ ഓരോന്നിന്റെ ഇടയിൽ ഓരോരോ ഡയോഡ്സ് നമുക്ക് സോൾഡർ ചെയ്യാം. ഇതുപോലെ നമുക്ക് ഓരോന്നിന്റെ ഇടയിൽ സോൾഡർ ചെയ്യാം. നമ്മളിങ്ങനെ ഓരോന്നിന്റെ ഇടയിൽ ഡയോഡ് നമ്മൾ വെച്ച് സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തിൽ മാത്രം ഡയോഡ് വെച്ചിട്ടില്ല, അതിന് ആവശ്യമില്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കപ്പാസിറ്റർ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു സൈഡിൽ നെഗറ്റീവ് കാണാം, നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു കപ്പാസിറ്ററിന്റെ നെഗറ്റീവും അടുത്ത കപ്പാസിറ്ററിന്റെ പോസിറ്റീവും കൂട്ടി സോൾഡർ ചെയ്യണം. ഒരു കപ്പാസിറ്ററിന്റെ നെഗറ്റീവും മറ്റേ കപ്പാസിറ്ററിന്റെ പോസിറ്റീവും കൂട്ടിയാണ് സോൾഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ വന്നു. ഒരു കപ്പാസിറ്ററിന്റെ നെഗറ്റീവും ഒരു കപ്പാസിറ്ററിന്റെ പോസിറ്റീവാണ് നമ്മൾ സോൾഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു സൈഡിൽ നെഗറ്റീവും വന്നു, ഇപ്പുറത്തെ സൈഡിൽ പോസിറ്റീവും വന്നു. അങ്ങനെ നമുക്ക് 2 കപ്പാസിറ്റർ കൂട്ടി സോൾഡർ ചെയ്യണം. എന്നിട്ട്
നെഗറ്റീവ് വരുന്ന ലീഡ്സ്, ലൈനായിട്ട് വരുന്ന നെഗറ്റീവ് ലീഡ്സിലേക്ക് ഈ കപ്പാസിറ്ററിന്റെ നെഗറ്റീവും ഇപ്പുറത്തെ സൈഡിൽ പോസിറ്റീവ് ആയിട്ട് വരുന്ന ഭാഗത്തിന് പോസിറ്റീവും കണക്ട് ചെയ്യണം. കപ്പാസിറ്ററിന്റെ പോസിറ്റീവ് നമ്മൾ സൈഡിലേക്ക് ബെൻഡ് ചെയ്തിട്ടുള്ള പോസിറ്റീവ് ലീഡിലേക്കും സ്ട്രെയിറ്റ് വന്നിട്ടുള്ള നെഗറ്റീവ് ലീഡിലേക്ക് കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് ആണ് സോൾഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇതാ പോസിറ്റീവ് സൈഡിലേക്കും നെഗറ്റീവ് LEDസിന്റെ നെഗറ്റീവ് ലൈനിലേക്കും. ഓക്കെ, അടുത്ത് നമുക്ക് ഇനി വേണ്ടത് 2 ഡയോഡ് എടുക്കണം. അപ്പോൾ ഒരു ഡയോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം മറ്റേ ഡയോഡ് പിടിക്കേണ്ടത്. എന്നിട്ട് നമുക്കൊന്ന് കൂട്ടി പിരിക്കാം. അപ്പോൾ 2 ഡയോഡ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ചിട്ട് കൂട്ടി പിരിക്കണം. എന്നിട്ട് കറുത്ത വര മുകളിൽ വരുന്ന ഡയോഡ് പോസിറ്റീവിലേക്കും കറുത്ത വര അടിയിൽ വരുന്ന ഡയോഡ് നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യണം. ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്കിക്കോളൂ, നമ്മുടെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട്. നെഗറ്റീവ് സൈഡിലേക്ക് നമ്മുടെ ഡയോഡില് കണ്ടോ പോസിറ്റീവ് ഭാഗം വരുന്ന ആ ഒരു ഭാഗം നമ്മൾ സോൾഡർ ചെയ്യണം. ഇപ്പുറത്തെ ഡയോഡ് നെഗറ്റീവ് വരുന്ന ഭാഗം നമ്മുടെ കപ്പാസിറ്ററിന്റെ പോസിറ്റീവിലേക്ക് സോൾഡർ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് പാർട്ട് പോസിറ്റീവിലേക്കും ഡയോഡിന്റെ നെഗറ്റീവ് പാർട്ട് വരുന്നത് പോസിറ്റീവിലേക്കും ശേഷം പോസിറ്റീവ് സൈഡിലേക്കും ഡയോഡിന്റെ പോസിറ്റീവ് വരുന്ന ഭാഗം നെഗറ്റീവിലേക്കും ശേഷം നെഗറ്റീവ് ലൈനിലേക്കാണ് കയറി പോകുന്നത്. അപ്പോൾ ഇതുപോലെ തെറ്റാതെ സോൾഡർ ചെയ്യണം. ഓക്കെ, നമുക്ക് ഇനി ഓരോ ഇൻസുലേഷൻ ടൈപ്പും പറിച്ച് മാറ്റാം. കാരണം നമുക്ക് സോൾഡർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനി എല്ലാ ലൈൻസും നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. നെഗറ്റീവ്സ് ഒക്കെ കോമൺ ആയിട്ട് സോൾഡർ ചെയ്യാം. ഇതുപോലെ ഞാൻ സോൾഡർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒറ്റ ലൈനിൽ സോൾഡർ ചെയ്തിരിക്കുകയാണ്. എല്ലാം കൂടി ഷോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഏറ്റവും അവസാനത്തെ കപ്പാസിറ്ററിലേക്കും ഡയോഡിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഊരാം. നമ്മുടെ സ്ട്രക്ചർ പോലെ ഇരിക്കുന്നുണ്ടാവും. കാരണം നമ്മൾ ഇൻസുലേഷൻ ടൈപ്പ് ഒട്ടിച്ചിട്ടുള്ളതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ഇനി നമുക്ക് നമ്മുടെ അക്രിലിക് ഷീറ്റിലത്തെ ആ സ്റ്റിക്കറൊക്കെ ഒന്ന് പറിച്ച് കളയാം. ഓക്കെ, പറിച്ച് കളഞ്ഞപ്പോൾ ചില്ല് പോലെയായി. ഇനി നമുക്ക് നമ്മുടെ LED തിരിച്ച് സെറ്റ് ചെയ്യാം. ഓരോന്ന് സൂക്ഷിച്ച് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ലേശം ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് നമ്മുടെ LED അതമേ പെർമനന്റ് ആക്കി സെറ്റ് ചെയ്യാം, ഊരി പോരാത്ത വിധം. ഇപ്പോൾ സൂക്ഷിച്ചും കണ്ടു ഒഴിക്കുക. കാരണം ഈ പശ പരന്നാൽ ആകെ വൃത്തികേടാവും നമ്മുടെ അക്രിലിക് ഷീറ്റ്. അപ്പോൾ സൂക്ഷിച്ച് പശ ഒഴിക്കുക. ഇപ്പൊ ഞാൻ ഒഴിച്ചപ്പോൾ എല്ലാം ഏകദേശം ചെറുതായിട്ടൊക്കെ ഒന്ന് പാളിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നേരത്തെ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസും നമുക്ക് ഇങ്ങനെ ജോയിന്റ് ചെയ്യാം. അതായത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ലേഡീസിന്റെ നേരെ ആയിരിക്കണം ഈ ഒരു പീസ് വരുന്നത്. കണ്ട, ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. ഓരോരോ പീസ് നമ്മൾ ഓരോരോ ലേഡീന്റെ നേരെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് ഫൈനലി വരാം. ഇനി അവിടെ വേറൊരു റൗണ്ട് പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്ഥലത്ത് വെച്ച് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കുറച്ചുകൂടി വലിയൊരു റൗണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കണക്ഷൻസ് നോക്കാം. അതായത് കപ്പാസിറ്ററിന്റെ നടുവിലത്തെ ഭാഗത്തു നിന്ന് ഒരു വയർ എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഡയോഡിന്റെ ഭാഗത്തു നിന്നും ഒരു വയർ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. നേരെ സ്പീക്കറിലേക്ക് കൊടുത്താൽ മതി. കപ്പാസിറ്ററിന്റെ നടുവിൽ നിന്നും ഡയോഡിന്റെ അറ്റത്തിൽ നിന്നും നമ്മൾ ഒരു കണക്ഷൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കണക്ഷൻ നേരെ പോകുന്നത് നമ്മുടെ ആംപ്ലിഫയറിന്റെ സ്പീക്കർ ഔട്ടിലേക്കാണ്. കണ്ടോ, നമ്മുടെ ആംപ്ലിഫയറിന്റെ സ്പീക്കർ ഔട്ടിലേക്കാണ് കണക്ഷൻ പോയിട്ടുള്ളത്. ഒപ്പം തന്നെ ഞാനൊരു സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്രിയേറ്റീവിന്റെ സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ മുകളിലൊരു ക്രിയേറ്റീവിന്റെ സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ 2 വയേഴ്സും ഞാൻ വിളിക്കേണ്ടിട്ടുണ്ട്. നമുക്ക് ഇനി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊക്കെ സഹായിക്കുക. ഒരു കിടിലൻ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.